പ്രിയപ്പെട്ട കൂട്ടുകാരെ, 7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 2ാമത്തെ യൂണിറ്റായ ഫ്രം ട്രേഡ് ടു പവർ, കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് പാർട്ട് 2 ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. വിവിധ യൂറോപ്യൻ ശക്തികൾ ഇന്ത്യയിലേക്ക് കച്ചവടത്തിനായി എത്തിയതിൻ്റെ സാഹചര്യങ്ങളും പോർച്ചുഗീസ് ബന്ധം ഇന്ത്യയിലുണ്ടാക്കിയ മാറ്റവും ആ ഭാഗത്തെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ പാർട്ട് 1 ക്ലാസ്സിൽ വളരെ വിശദമായി പഠിച്ചു. അത് കാണാത്തവർക്ക് പാർട്ട് 1 ക്ലാസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കാണാത്തവർ അതുകൂടി കാണുക. പോർച്ചുഗീസുകാർക്ക് ശേഷം ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാർ ആരായിരുന്നു? ദ ഡച്ച് വെയർ അനദർ യൂറോപ്യൻ ഫോഴ്സ് ഹു റീച്ച്ഡ് ഇന്ത്യ ഫോളോയിങ് ദ പോർച്ചുഗീസ്. ഡച്ചുകാരായിരുന്നു പോർച്ചുഗീസുകാർക്ക് ശേഷം ഇന്ത്യയിൽ കച്ചവടത്തിനായെത്തിയ യൂറോപ്യന്മാർ. ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതാണെന്നറിയാമോ? കൊച്ചി ആൻഡ് കൊല്ലം വെയർ ദ ചീഫ് ട്രേഡ് സെന്റേഴ്സ് ഓഫ് ദ ഡച്ച്. കൊച്ചിയും കൊല്ലവുമായിരുന്നു ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. വിച്ച് വെയർ ദ ചീഫ് ട്രേഡ് സെന്റേഴ്സ് ഓഫ് ദ ഡച്ച് ഇൻ ഇന്ത്യ? കൊച്ചി ആൻഡ് കൊല്ലം. ഓർമ്മിച്ച് വയ്ക്കണം, കൊച്ചിയും കൊല്ലവുമായിരുന്നു ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. ഇതേത് പുസ്തകമാണെന്നറിയാമോ? കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ ഡച്ചുകാർ ഇവിടത്തെ ഔഷധ സസ്യങ്ങളെപ്പറ്റി തയ്യാറാക്കിയ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകമാണ്. കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ച് രചിക്കപ്പെട്ട ആദ്യത്തെ സമഗ്ര ഗ്രന്ഥം ഇതാണ്. മലയാള ലിപികൾ ആദ്യമായി ചിത്രമായി അച്ചടിക്കപ്പെട്ടത് ഈ ഗ്രന്ഥത്തിലാണ്. ഈ പുസ്തകം തയ്യാറാക്കുന്നതിന് നേതൃത്വം കൊടുത്തത് ആരാണെന്നറിയണ്ടേ? ഇറ്റ് വാസ് വാൻ റീഡ്, എ ഡച്ച് ഗവർണർ ഹു ഇനിഷ്യേറ്റഡ് the compilation of Hortus Malabaricus, a book on the medicinal plants of Kerala. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെപ്പറ്റി പരാമർശിക്കുന്ന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈയെടുത്തത് ഡച്ച് ഗവർണറായിരുന്ന വാൻ റീഡ് ആയിരുന്നു. ഹു ഇനിഷ്യേറ്റഡ് ദ കോമ്പിലേഷൻ ഓഫ് ഹോർത്തൂസ് മലബാറിക്കസ്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈയെടുത്തത് ആരാണ്? വാൻ റീഡ്. ഡച്ച് ഗവർണറായിരുന്ന വാൻ റീഡ് ആണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈയെടുത്തത്. ഹി കംപ്ലീറ്റഡ് ദ ബുക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇട്ടി അച്യുതൻ വൈദ്യർ. മലയാളിയായ ഇട്ടി അച്യുതൻ വൈദ്യരുടെ സഹായത്തോടെയാണ് ഈ കൃതി തയ്യാറാക്കിയത്. ഹു ഹെൽപ്ഡ് വാൻ റീഡ് ടു കംപ്ലീറ്റ് ദ ഹോർത്തൂസ് മലബാറിക്കസ്? ഹോർത്തൂസ് മലബാറിക്കസ് പൂർത്തിയാക്കാൻ വാൻ റീഡിനെ സഹായിച്ചത് ആരാണ്? ഇട്ടി അച്യുതൻ വൈദ്യർ. ഇട്ടി അച്യുതൻ വൈദ്യരാണ് ഹോർത്തൂസ് മലബാറിക്കസ് പൂർത്തിയാക്കാൻ വാൻ റീഡിനെ സഹായിച്ചത്. ഇട്ടി അച്യുതൻ വൈദ്യരോടൊപ്പം തന്നെ കൊങ്കിണി ബ്രാഹ്മണരായ രംഗഭട്ട്, അപ്പുഭട്ട്, വിനായക ഭട്ട് എന്നിവരുടെ സഹായവും ഈ ഗ്രന്ഥം തയ്യാറാക്കുന്നതിന് ഉണ്ടായിരുന്നു. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഹോളണ്ടിലെ ആംസ്റ്റർഡാമിൽ നിന്നാണ്. വാട്ട് വാസ് ദ ഗ്ലോറിയസ് കോൺട്രിബ്യൂഷൻ ഓഫ് ദ ഡച്ച് ടു കേരള? കേരളത്തിന് ഡച്ചുകാരുടെ മഹത്തായ സംഭാവന എന്തായിരുന്നു? ഹോർത്തൂസ് മലബാറിക്കസ്, എ ബുക്ക് ഓൺ ദ മെഡിസിനൽ പ്ലാന്റ്സ് ഓഫ് കേരള. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെപ്പറ്റി പറയുന്ന ഹോർത്തൂസ് മലബാറിക്കസ് ആണ് ഡച്ചുകാർ കേരളത്തിന് നൽകിയ ഏറ്റവും മഹത്തായ സംഭാവന. ഇനി എന്താണ് പറയുന്നത്? ദ ഡച്ച് പോട്ട് വിത്ത് മാർത്താണ്ഡവർമ്മ, ദ കിങ് ഓഫ് ട്രാവൻകൂർ, ഫോളോയിങ് ദ ഡിസ്പ്യൂട്ട്സ് ഓവർ ട്രേഡ്. കച്ചവടം സംബന്ധിച്ച തർക്കങ്ങളുടെ ഫലമായി തിരുവിതാംകൂറിലെ രാജാവായ മാർത്താണ്ഡവർമ്മയുമായി ഡച്ചുകാർ യുദ്ധം ചെയ്തു. ഈ യുദ്ധത്തിൽ ആരാണ് ജയിച്ചതെന്നറിയാമോ? ദ ഡച്ച് വെയർ ഡിഫീറ്റഡ് ഇൻ ദ ബാറ്റിൽ ഓഫ് കൊളച്ചൽ ഇൻ 1741. വളരെ പ്രധാനമാണ്. 1741 കുളച്ചലിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ഡച്ചുകാർ പരാജയപ്പെട്ടു. In which year did the battle of കുളച്ചൽ occur? ഏതു വർഷമാണ് കുളച്ചൽ യുദ്ധം നടന്നത്? 1741, 1741. ആരൊക്കെ തമ്മിലായിരുന്നു കുളച്ചൽ യുദ്ധം നടന്നത്? ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലാണ് കുളച്ചൽ യുദ്ധം നടന്നത്. They lost their ground in India with this war. കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ ഇന്ത്യയിൽ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമായി. ഓർമ്മിച്ച് വയ്ക്കണം, ഡച്ചുകാർക്ക് ഇന്ത്യയിൽ അടിത്തറ നഷ്ടമായത് കുളച്ചൽ യുദ്ധത്തോടെയാണ്. ദ ഡച്ച് വെയർ ഓൾസോ കാൾഡ് ലന്തൻസ്. ഡച്ചുകാരെ ലന്തക്കാർ എന്നും വിളിച്ചിരുന്നു.
ഹൂ വെയർ നോൺ ആസ് ലെന്തൻസ്. ലെന്തക്കാർ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഡച്ചുകാരെയാണ് ലെന്തക്കാർ എന്നറിയപ്പെടുന്നത്. ഡച്ചുകാരെ പറ്റി ഇത്രയുമാണ് പഠിക്കാനുള്ളത്. ഇനി ഡച്ചുകാരെ തുടർന്ന് ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ ശക്തി ആരാണെന്ന് നോക്കാം. ദ അഡ്വന്റ് ഓഫ് ദ ഇംഗ്ലീഷ്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യാ ചരിത്രത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഇംഗ്ലീഷുകാരുടെ വരവാണ്. വിച്ച് ഈസ് ദ യൂറോപ്യൻ ഫോഴ്സ് കെയിം ടു ഇന്ത്യ ആഫ്റ്റർ ദ ഡച്ച്. ഡച്ചുകാരെ തുടർന്ന് ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ ശക്തി ആരാണ്? ദ ഇംഗ്ലീഷ്. ഡച്ചുകാർക്ക് ശേഷം ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ ശക്തി ഇംഗ്ലീഷുകാരാണ്. ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് ഫോംഡ് ഇൻ ഇംഗ്ലണ്ട് in 1600 for trade with the countries like India and China. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്താൻ വേണ്ടി 1600 ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചു. What was the name of the company formed in England to trade with India? ഇന്ത്യയുമായി വ്യാപാര ബന്ധം നടത്താൻ ഇംഗ്ലണ്ടിൽ ആരംഭിച്ച കമ്പനി ഏതാണ്? ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇന്ത്യയുമായി വ്യാപാര ബന്ധം നടത്താൻ ഇംഗ്ലണ്ടിൽ ആരംഭിച്ച കമ്പനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു. ഇൻ വിച്ച് ഇയർ വാസ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് ഫോംഡ്. ഏത് വർഷമാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത്? ഇൻ 1600. 1600 ഇംഗ്ലണ്ടിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത്. കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം എവിടെയായിരുന്നെന്നറിയാമോ? സൂറത്ത് ഇൻ ഗുജറാത്ത് വാസ് ദ ഫസ്റ്റ് ട്രേഡ് സെന്റർ ഓഫ് ദ കമ്പനി ഇൻ ഇന്ത്യ. ഗുജറാത്തിലെ സൂറത്ത് ആയിരുന്നു കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം. വിച്ച് വാസ് ദ ഫസ്റ്റ് ട്രേഡ് സെന്റർ ഓഫ് ദ ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ. ഇംഗ്ലീഷുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഏതായിരുന്നു? സൂറത്ത് ഇൻ ഗുജറാത്ത്. ഗുജറാത്തിലെ സൂറത്ത് ആയിരുന്നു ആദ്യത്തെ വാണിജ്യ കേന്ദ്രം. They also established trading centers at Bombay, Calcutta and Madras. മദ്രാസ്, കൽക്കത്ത, ബോംബെ എന്നിവിടങ്ങളിലും അവർ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. മദ്രാസ് എന്നറിയപ്പെടുന്നത് ചെന്നൈ എന്നാണ്. കൽക്കത്ത ഇന്ന് കൊൽക്കത്ത എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ബോംബെ എന്നറിയപ്പെടുന്നത് മുംബൈ എന്നാണ്. ഗുജറാത്തിലെ സൂറത്ത് ആയിരുന്നു ആദ്യത്തെ വാണിജ്യ കേന്ദ്രം. പിന്നീട് മദ്രാസ്, കൽക്കത്ത, ബോംബെ എന്നിവിടങ്ങളിലും ഇംഗ്ലീഷുകാർ വാണിജ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ഇനി നമുക്ക് ഇന്ത്യയിൽ കച്ചവടത്തിനായി എത്തിയ അടുത്ത യൂറോപ്യൻ ശക്തി ആരാണെന്ന് നോക്കാം. നൈം ദ ലാസ്റ്റ് യൂറോപ്യൻ കൺട്രി വിച്ച് കെയിം ടു ഇന്ത്യ ഫോർ ട്രേഡ്. ഇന്ത്യയിൽ വ്യാപാരത്തിനായി എത്തിയ അവസാനത്തെ യൂറോപ്യൻ രാജ്യം ഏതാണ്? ദ ഫ്രഞ്ച്. ഫ്രഞ്ചുകാരായിരുന്നു ഇന്ത്യയിൽ വ്യാപാരത്തിനായി എത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തികൾ. The French East India Company was established in 1664 and the French reached India for the purpose of trade. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. ഇതോടെ കച്ചവട ലക്ഷ്യവുമായി ഫ്രഞ്ചുകാർ ഇന്ത്യയിലെത്തി. When was the French East India Company established? എപ്പോഴാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ചത്? In 1664. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. ഫ്രഞ്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? പോണ്ടിച്ചേരി, മാഹി ആൻഡ് കാരക്കൽ വേർ ദ ചീഫ് ട്രേഡ് സെന്റേഴ്സ് ഓഫ് ദ ഫ്രഞ്ച്. വിച്ച് വേർ ദ ചീഫ് ട്രേഡ് സെന്റേഴ്സ് ഓഫ് ദ ഫ്രഞ്ച് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? പോണ്ടിച്ചേരിയും മാഹിയും കാരക്കലുമായിരുന്നു ഫ്രഞ്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. പോണ്ടിച്ചേരി വാസ് ദിയർ ഹെഡ് ക്വാർട്ടേഴ്സ്. അവരുടെ പ്രവർത്തനങ്ങളുടെ ആസ്ഥാനം എവിടെയായിരുന്നു? പോണ്ടിച്ചേരി. പോണ്ടിച്ചേരി ഇന്ന് പുതുച്ചേരി എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ വ്യാപാരത്തിനെത്തിയ യൂറോപ്യൻ ശക്തികളെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വിത്ത് ദ ഡിസ്കവറി ഓഫ് സീ റൂട്ട് ഡിഫറെന്റ് യൂറോപ്യൻ കൺട്രീസ് റീച്ച്ഡ് ഇന്ത്യ ഫോർ ദ പർപ്പസ് ഓഫ് ട്രേഡ്. Write the names of the countries on the basis of the order of their arrival. പുതിയ സമുദ്രമാർഗങ്ങൾ കണ്ടെത്തിയതോടെ വ്യാപാരത്തിനായി ഇന്ത്യയിൽ യൂറോപ്യൻ ശക്തികളെത്തി. അവർ ആരൊക്കെയാണ് എന്ന് അവർ വന്ന കാലഗണനയനുസരിച്ച് എഴുതുക. ആദ്യമെത്തിയതാരാണ്? ദ പോർച്ചുഗീസ്. നെക്സ്റ്റ് ദ ഡച്ച്, ദ ഇംഗ്ലീഷ്, ദ ഫ്രഞ്ച്. ആദ്യമെത്തിയത് പോർച്ചുഗീസുകാരായിരുന്നു. പിന്നീട് ഡച്ചുകാരെത്തി. അതിനുശേഷം ഇംഗ്ലീഷുകാരെത്തി.
അവസാനം ഇന്ത്യയിലെത്തിയത് ഫ്രഞ്ചുകാരാണ്. ഇനി പാഠപുസ്തകത്തിൽ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ഡിഫറെന്റ് യൂറോപ്യൻ ട്രേഡ് സെന്റേഴ്സ് ബേസ്ഡ് ഓൺ ദ മാപ്പ് ഗിവൺ എബോവ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? മുകളിൽ കൊടുത്തിരിക്കുന്ന ഇന്ത്യയുടെ രൂപരേഖ നിരീക്ഷിച്ച് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളുടെ വാണിജ്യ കേന്ദ്രങ്ങളായിരുന്ന സ്ഥലങ്ങളുടെ പട്ടിക തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇന്ത്യയിൽ കച്ചവടത്തിനായെത്തിയ യൂറോപ്യൻ ശക്തികളെക്കുറിച്ചെല്ലാം പഠിച്ചു കഴിഞ്ഞു. ആദ്യമെത്തിയ പോർച്ചുഗീസുകാരുടെ വ്യാപാര കേന്ദ്രങ്ങൾ ഇതിലേതൊക്കെയാണ്? ഗോവ, ദാമൻ, ദിയു ഇവയാണ് പോർച്ചുഗീസുകാരുടെ ട്രേഡ് സെന്റേഴ്സ്. ഡച്ചുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? കൊച്ചി, കൊല്ലം. കൊച്ചിയും കൊല്ലവും ഡച്ചുകാരുടെ വാണിജ്യ കേന്ദ്രമാണ്. ട്രേഡ് സെന്റേഴ്സ് ഓഫ് ഇംഗ്ലീഷുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്തിലെ സൂററ്റ്. സൂററ്റായിരുന്നു ആദ്യത്തെ വാണിജ്യ കേന്ദ്രം. മറ്റേതൊക്കെയാണ്? ബോംബെ, മദ്രാസ് ആൻഡ് കൽക്കത്ത. അവസാനമായി എത്തിയ ഫ്രഞ്ചുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? മാഹി, പോണ്ടിച്ചേരി, കാരയ്ക്കൽ. നമുക്ക് ഇവയെ ഒരു ടേബിൾ ആക്കാം. ഈ ടേബിളിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ചോദ്യം കൂടി ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിട്ടുണ്ട്. ഇൻ വിച്ച് സ്റ്റേറ്റ്സ് ഡു ദീസ് സെന്റേഴ്സ് പ്രസന്റ്ലി സിറ്റുവേറ്റ്? ഈ കേന്ദ്രങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൂടി നമുക്ക് കണ്ടെത്താം. ദ പോർച്ചുഗീസുകാരുടെ വ്യാപാര കേന്ദ്രങ്ങൾ ഗോവ, ദാമൻ, ദിയു. ഗോവ ഇന്ത്യൻ സ്റ്റേറ്റ് ആണ്. ദാമൻ, ദിയു ഇത് രണ്ടും ഇന്ന് യൂണിയൻ ടെറിട്ടറിയാണ്, കേന്ദ്രഭരണ പ്രദേശമാണ്. ഗുജറാത്തിലാണ് ഉൾപ്പെടുന്നത്. ദ ഡച്ച് കൊച്ചി, കൊല്ലം. ഡച്ച് വാണിജ്യ കേന്ദ്രങ്ങളായ കൊച്ചി ആൻഡ് കൊല്ലം. കൊച്ചിയും കൊല്ലവും ഏത് സംസ്ഥാനത്തിലാണ്? കേരളത്തിലാണ്. നെക്സ്റ്റ് ദ ഇംഗ്ലീഷ്. സൂററ്റ്, ബോംബെ, കൽക്കട്ട ആൻഡ് മദ്രാസ്. സൂററ്റ് ഏത് സ്റ്റേറ്റിലാണ്? ഗുജറാത്ത്. ബോംബെ ഏത് സ്റ്റേറ്റിലാണ്? ബോംബെ മഹാരാഷ്ട്രയിലാണ്. കൽക്കത്ത ഏത് സ്റ്റേറ്റിലാണ്? വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാൾ. മദ്രാസ് ഏത് സ്റ്റേറ്റിലാണ്? തമിഴ്നാട്. ദ ഫ്രഞ്ച് പോണ്ടിച്ചേരി, മാഹി ആൻഡ് കാരയ്ക്കൽ. മാഹി, ഇത് മൂന്നും യൂണിയൻ ടെറിട്ടറിയാണ്, കേന്ദ്ര ഭരണ പ്രദേശമാണ്. പുതുച്ചേരിയിലാണ്. പോണ്ടിച്ചേരി ഇന്ന് പുതുച്ചേരി എന്നാണ് അറിയപ്പെടുന്നത്. വിവിധ യൂറോപ്യൻ രാജ്യങ്ങളും അവർ ഇന്ത്യയിൽ സ്ഥാപിച്ച വ്യാപാര കേന്ദ്രങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി വീണ്ടും ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ക്യാൻ യു ഐഡന്റിഫൈ എനി കോമൺ ഫീച്ചർ ഓഫ് ദീസ് ട്രേഡ് സെന്റേഴ്സ്? ഈ വാണിജ്യ കേന്ദ്രങ്ങൾക്ക് എന്തെങ്കിലും പൊതുവായ സവിശേഷത നിങ്ങൾ കാണുന്നുണ്ടോ എന്നാണ് ചോദ്യം. എല്ലാ വാണിജ്യ കേന്ദ്രങ്ങളും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കൂ. വാട്ട് ഈസ് ദ കോമൺ ഫീച്ചർ ഓഫ് യൂറോപ്യൻ ട്രേഡ് സെന്റേഴ്സ്? യൂറോപ്യൻ വ്യാപാര കേന്ദ്രങ്ങളുടെ പൊതുവായ സവിശേഷത എന്താണ്? All these trade centers were located on the sea coast. എല്ലാ വ്യാപാര കേന്ദ്രങ്ങളും സമുദ്ര തീരത്തായിരുന്നു. എന്തിനു വേണ്ടിയായിരിക്കും അവർ ഇങ്ങനെ സമുദ്രതീരം തിരഞ്ഞെടുത്തത്? കടൽ മാർഗമുള്ള അവരുടെ വ്യാപാരത്തിന്റെ സൗകര്യത്തിനു വേണ്ടിയായിരുന്നു സമുദ്രതീരം കേന്ദ്രമാക്കി വ്യാപാര കേന്ദ്രങ്ങൾ ആരംഭിച്ചത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കി, യൂറോപ്യൻ ട്രേഡ് സെന്റേഴ്സ് എല്ലാം സമുദ്രതീരങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു. ഇന്ത്യയിൽ വ്യാപാരത്തിനെത്തിയ യൂറോപ്യൻ ശക്തികളെക്കുറിച്ച് വളരെ വിശദമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ യൂണിറ്റിന്റെ രണ്ടാമത്തെ പാർട്ട് ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നുള്ള ഭാഗവും വിലയിരുത്തൽ ചോദ്യങ്ങളും അവയുടെ ഉത്തരവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.